ഹോർമൂസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ നടന്ന ഇറാനിയൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ വീണ്ടും ആക്രമണം ശക്തമാക്കിയ അമേരിക്ക ഇറാന്റെ നിരീക്ഷണ ആശയവിനിമയ സംവിധാനങ്ങളെ ആക്രമിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സൈനിക നടപടി വഴി പാഠം പഠിച്ചില്ല എങ്കിൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഐസനുണ്ട് ഇന്റർനാഷണലിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഐസൻ ജോസ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം? ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്ക. അപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ സമാധാനം ഇനിയും അകലെയെന്നാണോ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം? അശ്വതി, വിനോദ്, പശ്ചിമേഷ്യയിലെ സമാധാനം അകലെയെന്ന് സൂചിപ്പിക്കുന്ന ചില നിരീക്ഷണങ്ങൾ നടത്തേണ്ട ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ 2 ദിവസവും തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇറാൻ്റെ ഭാഗത്തു നിന്ന് ബഹ്റൈനിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് അമേരിക്ക ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്ന നീക്കങ്ങൾ തുടർച്ചയായി നടത്തുന്ന രീതി ഇറാനും ആവർത്തിച്ചു എന്നതാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇന്നലെ മറ്റൊരു കപ്പലിന് നേരെ, അതായത് പാനമയുടെ കപ്പലിന് നേരെ ഹോർമൂസിൽ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. പാനമയുടെ കപ്പൽ കടന്നു പോകുന്നത് തടയാനുള്ളൊരു നീക്കം ഇറാൻ നാവികസേന നടത്തുകയും എന്നാലും ഈ കപ്പൽ കടന്നു പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും അത്തരത്തിൽ തടയാനുള്ള അധികാരമില്ല എന്നൊരു വസ്തുത നിലനിൽക്കെ, ഈ ഹോർമൂസ് എല്ലാം തുറന്നു കിടക്കുന്നൊരു സാഹചര്യം നിലനിൽക്കെ ഇത്തരമൊരു നീക്കം നടത്തിയത് തെറ്റാണ് എന്ന കൃത്യമായൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തുന്നത് തെറ്റാണ് എന്ന ഉറച്ച ബോധ്യം ഇറാൻ ഉണ്ടായിട്ട് പോലും ഇറാൻ ആക്രമണം നടത്തി എന്നാണ് അമേരിക്കയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും 2 ദിവസമായി തുടരുന്ന ഇത്തരം നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്നത് 4ഓളം കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മിസൈൽ കേന്ദ്രങ്ങളും ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സെൻ്ററുകളെയും അതുപോലെ തന്നെ ഈ സർവീലൻസ് നിരീക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുന്ന ഒരു ആക്രമണം ഇന്ന് പുലർച്ചെയോടെ സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായി സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഇതിനും കാരണമായത് ഈ പാനമയുടെ കപ്പൽ ഹോർമൂസിൽ ആക്രമിക്കപ്പെട്ടതാണ്. അതായത് 5ാമത്തെ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി ഈ ധാരണയ്ക്ക് ശേഷം, ഹോർമൂസ് തുറന്നതിന് ശേഷം എന്ന ഒരു വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഈ സൈനിക നടപടി US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള സൈനിക നടപടി കണ്ട് പാഠം പഠിച്ചില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് തൻ്റെ സമൂഹമാധ്യമ കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലങ്ങളെല്ലാം തന്നെ വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും വലിയൊരു വെല്ലുവിളി നേരിടുന്നൊരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും പശ്ചിമേഷ്യയിൽ ഈ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ ഒരു പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ ഉടൻ തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സംവിധാനങ്ങളെ ആക്രമിക്കുന്നൊരു നീക്കം നടത്തിയതിൻ്റെ ഭാഗമായി ബഹ്റൈനിലൊക്കെ ആക്രമണം നടത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വീണ്ടും തിരിച്ചടിക്കുന്നൊരു രീതി, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടക്കുമ്പോൾ സ്വാഭാവികമായും പശ്ചിമേഷ്യയിൽ സ്ഥാപിക്കപ്പെട്ട സമാധാനം വീണ്ടും ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നിരീക്ഷിക്കേണ്ട ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്.